ഞാൻ കോട്ടയം ജില്ലയിൽ തലോലപ്പറമ്പിൽ നിന്ന് വരുന്നു. എനിക്ക് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് നിങ്ങളോട് സാക്ഷ്യം പറയാത്തത് അമ്മയ്ക്ക് 1 കോടി തന്നി. എനിക്ക് എൻ്റെ പേര് സുജാത മനോജ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. എനിക്ക് 2 കുട്ടികളാണ്. എനിക്ക് സ്വന്തമായൊരു ഭവനമില്ലായിരുന്നു, സ്വന്തമായൊരു സ്ഥലമില്ലായിരുന്നു, സ്വന്തമായൊരു ജോലിയില്ലായിരുന്നു. അമ്മയുടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചു. എനിക്ക് അബുദാബിയിൽ ഒരു ജോലി കിട്ടി. ഞാൻ ഇന്ന് സ്വന്തമായി ഒരു ഭവനം പണിതു, സ്വന്തമായി സ്ഥലം വാങ്ങി. എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടി. എല്ലാം കൊണ്ടും ഞാനിന്നൊരു ഭാഗ്യവതിയാണ്. ഞാൻ പോയി നിൽക്കുന്ന മലയാളികളുടെ വീട്ടിലാണ്. അവിടെ ഒരു കുട്ടിയുണ്ട്, അവന് ഓട്ടിസമായിരുന്നു. അവനിപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായ അവന് 80% ഓട്ടിസത്തിൽ നിന്ന് അവൻ പിന്മാറി. അവനെ ഞാൻ ഈ 9-ാം തീയതി ഇവിടെ കൊണ്ടുവരും, എൻ്റെ മുതലാളിയുടെ മോനെ. അമ്മ തന്ന അനുഗ്രഹങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ മാത്രമുണ്ട്. കൂടപ്പിറപ്പുകൾ ആരും എന്നോട് സഹകരിക്കില്ലായിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം എൻ്റെ മോളെ കല്യാണം കഴിച്ചു. എൻ്റെ മോനിപ്പോൾ പഠിക്കുന്നു +2-ന്. അമ്മയുടെ അനുഗ്രഹങ്ങൾ ഇനി എനിക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് പെരപണിയാനായിട്ട് നാട്ടിൽ പൈസ അയച്ചു കൊടുത്തിട്ട് ആരുമില്ലായിരുന്നു ഒന്ന് പണിയാൻ. പക്ഷേ ഞാൻ കോണ്ടാക്ട് എന്നോട് പറഞ്ഞു, മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ഞാൻ നോക്കി ചെയ്തോളാം, നനയ്ക്കുകയും ചെയ്തോളാം, എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. 2024 ജനുവരി 26-ാം തീയതി കല്ലിട്ടു. ജൂലൈ 2023 ജൂലൈ 2-ാം തീയതി പെരവാസ്തൊലി നടന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ പെരവാസ്തൊലി നടക്കുന്നതിന് മുന്നായിട്ട് പെരയുടെ വാർക്കലിൽ ഞാൻ അബുദാബി വെച്ച് ഉച്ചയ്ക്ക് ഉറങ്ങുമായിരുന്നു 2 മണിക്ക്. അന്നാലും ഞാൻ സ്വപ്നം കണ്ടു. അപ്പം ഞാൻ സങ്കടപ്പെട്ടു. ദൈവമേ, 10-18 പേര് വാർക്കലിൽ നിന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ എനിക്ക് ആരും ഇല്ലല്ലോ നാട്ടിലെന്ന്. പക്ഷേ ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടു, മാതാവ് ഒരു വെള്ള ഉടുപ്പിട്ട് ഒരു അലങ്കൊടയായിട്ട് നിന്ന് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കണതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ ചാടി എഴുന്നേറ്റ് മോളെ വിളിച്ചു. അപ്പം മോള് പറഞ്ഞു, അത് മാതാവ് വന്നതായിരിക്കും അമ്മയെന്ന്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തി. ഞാൻ കഴിഞ്ഞ ജൂലൈ 18-ാം തീയതി രാത്രി വന്നു. ഇനി അടുത്ത മാസം 28-ാം തീയതി എനിക്ക് തിരിച്ചു പോകണം. അതിനു മുന്നേ എൻ്റെ മുതലാളിമാർ വന്നിട്ടുണ്ട്. അവർ തിരുവനന്തപുരംകാരാണ്. അവരെയായിട്ട് ഞാൻ 9-ാം തീയതി ഇവിടെ തിരിച്ചു വരും. അവർ ഒരു NSS ആണ് എങ്കിലും അവർക്ക് പൂർണ്ണ വിശ്വാസത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുവന്നു. എൻ്റെ നാട്ടിലും കുറേ ഫ്രണ്ട്സും അവിടെയുണ്ട്. അവരുമൊക്കെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളവിടെ പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇനിയും അമ്മ എനിക്ക് അനുഗ്രഹങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ഈ ഉടമ്പടിയിൽ എൻ്റെ മരണം വരെ എൻ്റെ കുടുംബവും എൻ്റെ മക്കളും അമ്മയിൽ തന്നെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് അമ്മ നിറവേറ്റി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. കൂടപ്പിറപ്പുകളെ 6-7 വർഷം ഞാൻ വാടകയ്ക്ക് നടന്നു. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു അద్దി കയറ്റി കിടത്താൻ ആരുമില്ല. പക്ഷെ അമ്മയെ പ്രാർത്ഥിച്ചതിന് ഫലമായി ഞാൻ ചെന്ന 6 മാസത്തിന് ശേഷം അവരെനിക്ക് 15 ലക്ഷം രൂപ എന്നിട്ട് ചോദിച്ചു, ചേച്ചിക്ക് വീട് സ്ഥലവും കൂടി വേണോ, സ്ഥലം മാത്രം വേണോ? ഞാൻ പറയും, നിങ്ങളുടെ ഇഷ്ടമൊന്നും. 16,73,000 രൂപയ്ക്ക് 4 സെൻറ്റ് സ്ഥലവും 680 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം കൂടിയുള്ളൊരു പേരെ എനിക്ക് അവർ വെച്ച് ചാവി കയ്യിൽ തന്നു. അമ്മയുടെ ഞാൻ ആഗ്രഹിച്ചില്ല ആരെയും പെരവാസൽ വിളിക്കാൻ. എൻ്റെ ഒരു ഫ്രണ്ട്സ് എനിക്ക് അമ്മയുടെ ഒരു മാതാവിൻ്റെ രൂപവും അത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ടൊരു അതെന്താണെന്ന് എനിക്കറിയില്ല, ഒരു മണിയുള്ള ഒരു സാധനം എനിക്ക് പ്രസൻറ്റ് കിട്ടി. ഞാൻ ആരെയും വിളിച്ചില്ല. എൻ്റെ പെരവാസ്തൊലി അറിഞ്ഞു കേട്ടവരെല്ലാവരും വരുമായിരുന്നു. എൻ്റെ കൂടപ്പിറപ്പുകളൊന്നും എന്നോട് മിണ്ടത്തില്ല. അവരും എല്ലാവരും വന്ന് സഹകരിച്ച്. ഞാൻ ആരെയും വിളിച്ചില്ല. എങ്കിലും ഞാൻ 250 പേരുടെ ഭക്ഷണം അവിടെ ഇടപാട് ചെയ്ത് ആരോടും ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. അമ്മ എനിക്കെല്ലാം തരുന്നുകൊണ്ട് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോകുന്നപ്പോഴും എനിക്ക് 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മേടിക്കാൻ പൈസ ഇട്ടിട്ടുണ്ട്. പോയി മേടിച്ച് വെച്ച് കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ. ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും ആരെ വിശ്വസിച്ചാലും മാതാവിനും തിരുക്കുമാരനെയും കയ്യിലിടവും വലമുണ്ട്. എങ്ങോട്ട് നടന്നാലും എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. ഊണിലും ഉറക്കത്തിലും നമുക്ക് ആ ചിന്ത ഉണ്ടാകണം. നമ്മുടെ എത്ര വ്യാകുലതപ്പെട്ട വേദനകളും അമ്മ പെട്ടെന്ന് മാറ്റിത്തരും. ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്ന ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുള്ള അവിടെയെല്ലാം ഞാൻ മാതാവിനെ കാണും. നീ വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ടെന്ന് പറയും. ഞാൻ ഇനിയും മുമ്പോട്ട് നീങ്ങും. എനിക്ക് ഒരു പേടിയില്ല ഇപ്പോൾ ജീവിതത്തെക്കുറിച്ച്. വേലയ്ക്ക് ആവത് തന്നെ ഒന്ന് മാത്രം. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കൊരു ക്ഷീണവും ഇല്ല. 46 വയസ്സായി. ഞാൻ ഈ 28-ാം തീയതി അടുത്ത മാസം രാത്രി ഞാൻ തിരിച്ചു പോകും. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോപ്പന് 1 കോടി നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരിൽ നിന്നും എനിക്കൊരു പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. സഗറിയ 4:6 സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരി ദുഃഖങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ഒറ്റ ദിവസത്തിൽ തന്നെ ആദ്യമേ ചേച്ചി ഓരോരോ കാര്യങ്ങൾ പറയുകയായിരുന്നു. പരിശുദ്ധ മാതാവ് ഒരു കന്യാസ്ത്രീയുടെ രൂപത്തിൽ പണിയൊക്കെ ചെയ്യുന്നതായിട്ട്, പണി ചെയ്യിപ്പിക്കുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടിരുന്നു.
ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ഭവനം, അത് 20 വർഷമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഒരു ജോലി പോലും ഇല്ലാതെ വിഷമിച്ച ഒരു കാലങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ 20 വർഷങ്ങൾക്കിപ്പുറം ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വളരെ സ്പീഡാണ്. ജോലി ഉടനെ കിട്ടുന്നു, വീട് ഉടനെ കിട്ടുന്നു. അതേപോലെ 17 വർഷമായിട്ട് പരസ്പരം സംസാരിക്കാതിരുന്ന ബന്ധുക്കൾ സംസാരിച്ചു തുടങ്ങും. ചേച്ചി പറഞ്ഞത് പല പ്രാവശ്യം അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അവരാരും അതിന് സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, പെരവാസിലേക്ക് അവരെ ആരെയും വിളിച്ചിട്ടില്ല, പക്ഷെ അവർ ഇങ്ങോട്ട് വരുന്നു. അവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നു. അവരുടെ വഴക്കൊക്കെ മാറിപ്പോകുന്നു. അതുപോലെ തന്നെ 7 വർഷമായിട്ട് പിണങ്ങിപ്പോയ അമ്മായിയമ്മയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നു. അങ്ങനെ പിണങ്ങി നിന്നവർക്ക് എല്ലാവർക്കും സ്നേഹം വരികയാണ്. സ്നേഹം വരാനുള്ള കാരണം ദൈവം കൂടെയുള്ളത് കൊണ്ടാണ്. 1 യോഹന്നാൻ 4:8 പറയുന്നത് ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.